സംസ്ഥാനം ഇന്നേവരെ കാണാത്ത മാജിക്കാണ് പശ്ചാത്തല വികസന രംഗത്ത് LDF സർക്കാർ നടപ്പാക്കിയതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പുറമുള്ള കേരളത്തെ കിഫ്ബി എന്ന സംവിധാനത്തിലൂടെ 10 കൊല്ലം കൊണ്ടാണ് LDF സർക്കാർ കേരളത്തിൽ ഇങ്ങനെ സാധ്യമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ചിറയൻകീഴിലെ റെയിൽവേ മേൽപ്പാലം നാടിനായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും കൂടുതൽ സമയം ആളുകൾക്ക് ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട്. അതിനിപ്പോൾ അവസാനമായിരിക്കുകയാണ്. ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനോടൊപ്പം ചോർന്നു നിന്നുകൊണ്ട് ഇടപെട്ടത് നിങ്ങളുടെ MLA ശ്രീ B ശശിയാണ്. അദ്ദേഹത്തിന് മുൻപേ പ്രത്യേകം അഭിനന്ദിക്കാൻ വേണം ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചിറയൻകീഴ് റെയിൽവേ ഓവർബ്രിഡ്ജ് പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ 12 റെയിൽവേ മേൽപ്പാലങ്ങൾ 2021 മെയ് 20 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഒരു 5 കൊല്ലത്തിനിടയിൽ ഇത്രയധികം ഓവർബ്രിഡ്ജ് നിർമ്മിച്ചതിന്റെ റെക്കോർഡ് ഈ ഗവൺമെന്റിനുള്ളതാണ് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. 24 മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിന് മാത്രമായി 2028 കോടി 16 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള RBDCK വഴി 72 ROBകളും KRDCL വഴി 27 ROBകളും നിർമ്മിക്കാനാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ ഈ ഒരു പ്രത്യേക സ്ഥിതിയിൽ ഫണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു 30 കൊല്ലം അപ്പുറത്തേക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയുള്ള പശ്ചാത്തല വികസന മേഖലയിലെ പദ്ധതികളാണ്. കിഫ്ബി എന്ന സംവിധാനം കൊണ്ടുവന്നതോടുകൂടി ഈ 10 കൊല്ലത്തിനിടയിൽ LDF സർക്കാർ നടപ്പിലാക്കിയത്. പുതിയ പാലങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ റോഡുകൾ, നവീകരിക്കപ്പെട്ട റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയായ BMNBC റോഡുകൾ, ഇതെല്ലാം കിഫ്ബി ഫണ്ടിങ്ങോടുകൂടി ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള കേരളം ഒരു 10 കൊല്ലത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഞാൻ ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. V ശശി MLA അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ്, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സിന്ധു, വൈസ് പ്രസിഡന്റ് വിജയകുമാർ, CPI സംസ്ഥാന കൗൺസിൽ അംഗം മനോജ് B ഇടമന, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.